എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി പ്രീമിക്സിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 2 കിലോ ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് ഉഴുന്നാണ്. ഉഴുന്ന് 1/2 കിലോ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് തന്നെ ഇതിനായിട്ട് എടുക്കണം. എന്നാലാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഉഴുന്നിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഉഴുന്ന് 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഇനി ഇത് വെള്ളം വാലാനായി വെക്കാം. അരിയും അതുപോലെ തന്നെ 5-6 പ്രാവശ്യം വെള്ളം തെളിയുന്നവരെ കഴുകിയെടുക്കാം. ഇനി വെള്ളം ഊറ്റുന്നതിനെ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം വെയിലത്ത് ഉണക്കാനായി ഇടാം. പായിലോ അതുപോലെ ഏതെങ്കിലും ഒരു ഷീറ്റിലോ നല്ലൊരു കോട്ടൺ തുണി വിരിച്ച ശേഷം ഇട്ടാൽ മതി. അരി ഉഴുന്നൊക്കെ നന്നായി ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടിന് ഒരു ദിവസം മതി ഇത് ഉണക്കിയെടുക്കാൻ. കവറിലാക്കി വെച്ചിട്ടുണ്ട്. മില്ലിലേക്ക് കൊണ്ടുപോയിട്ടാണ് പൊടിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ചേരുവകൾ ചേർക്കാനുണ്ട്. 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി 2 തരത്തിൽ കിട്ടാറുണ്ട്. ഒന്ന് നൈലോൺ ചവ്വരിയും ഒന്ന് മാവ് ചവ്വരിയും. പെട്ടെന്ന് കുതിരുന്ന ചവ്വരിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. നൈലോൺ ചവ്വരിയല്ല. ഇതിലേക്ക് ചേർക്കാം. ഇനി 1/2 കപ്പ് വെള്ളവിലും. അരി ഉഴുന്ന് തനിയാണ് പൊടിക്കേണ്ടത്. ഉഴുന്ന് നല്ല ഫൈൻ ഫ്ലോറായി പൊടിക്കണം. അരി തരിപ്പായും. രണ്ടും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ല ഫൈൻ ഫ്ലോറായി എടുക്കണം. അരിയിൽ ചെറിയ തരികളുണ്ട്. പുട്ടിനേക്കാളും തരി കുറവായിരിക്കണം പൊടിക്കുമ്പോൾ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മാവ് നന്നായി മിക്സായി കിട്ടണം. ഇല്ലെങ്കിൽ ഇഡ്ഡലി നന്നായി കിട്ടില്ല. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം. 6 മാസം വരെയുള്ള കേടുകൂടാതെ സൂക്ഷിക്കാം ഈ പൊടി. ജോലിക്ക് പോകുന്നവർക്കെല്ലാം നല്ലൊരു യൂസ്ഫുൾ റെസിപ്പി തന്നെയാണിത്. അരി കുതിരാനിടാൻ മറന്നുപോലെല്ലാം ഇതുപോലെ ഈ പൊടിയെടുത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത്രയും മതി. നന്നായി മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് മാവ് നമുക്ക് പൊളിക്കാനായി വയ്ക്കാം. അതിനായി 2 കപ്പ് എടുക്കുന്നുണ്ട്. കറക്റ്റ് വന്നെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈയ്യോട് തന്നെ മിക്സ് ചെയ്യാം. കട്ടകളില്ലാതെ മാവ് കലക്കിയെടുക്കണം. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് വെള്ളം ഒഴിക്കാം. 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. പുളിക്കാൻ ഏകദേശം 8 മണിക്കൂറോളം ആകും. മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മാവിലേക്ക് ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്.
ഇനി ഇഡ്ഡലി ഉണ്ടാക്കാം. തട്ടിലേക്ക് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കാം. പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാം. ഇഡ്ഡലി വെന്തോ നോക്കാം. മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല, കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാം. ഇഡ്ഡലി എടുക്കാം. ഇഡ്ഡലി നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ഇഡ്ഡലി പ്രീമിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അരി കുതിരാനിടാൻ മറന്നു പോയാലും പ്രശ്നമില്ല. ഓഫീസെല്ലാം വിട്ടു വന്ന ശേഷം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തട്ടിൽ നിന്നും ഈസിയായി വിട്ടുവരുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് മാവാണ് എടുത്തത്. 16 ഇഡ്ഡലിയോളം ഉണ്ടാക്കിയെടുക്കാം.